ജയ് യേശു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവെ, പാപിയായി എന്നിൽ കനിയണമേ. ആ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ഫരിസേയന്റെ പ്രാർത്ഥനയെക്കാളും ശ്രേഷ്ഠമായിരുന്നു എന്നാണ് യേശു പറയുന്നത്. തുടർന്ന് യേശു പറയുന്നുണ്ട്, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ വിനയത്തോടെ ആയിരിക്കണം, എളിമയോടെ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ദൈവം കേൾക്കുവാനായിട്ട് തയ്യാറുള്ളൂ. ഫരിസേയൻ ചെയ്തത് അഹങ്കാരത്തിന്റെ പ്രാർത്ഥനയായിരുന്നു, അഹംഭാവത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. ചുങ്കക്കാരനാകട്ടെ വിനയത്തോടെ തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചൊരവസ്ഥ. നമുക്കും ഈ നോമ്പുകാലത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട്, വിനയത്തോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാനായിട്ട്, അതുവഴി ഒരു ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. താഴ്ന്നു നിൽക്കുമ്പോഴാണ് ഉയർന്നു നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കാരണവാനായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളിൽ ഒരു ബോധ്യം നൽകിക്കൊണ്ട് ഒരു ബുദ്ധി ചൈതന്യം നൽകുവാനായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും ആമേൻ.